ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രയുടെ വീട്ടില് പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ ദിവസമാണ്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രേവതി ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യം. ഇല്ല, എല്ലാം ഉണ്ട് ഇവിടെ, പ്രത്യേകിച്ച് ഇനി ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എന്ന് സച്ചിയുടെ അടുത്ത് പറയാണ്. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ബൊമ്മ മിസ്സിംഗ് ആണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ട രേവതിയാണെങ്കിൽ അടിമുടി നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണല്ലോ സച്ചിയേട്ട വെച്ചിരിക്കുന്നത്, ഒന്നും മിസ്സിംഗ് ഇല്ലല്ലോ. ഉണ്ടെന്നേ, ഒരു ബൊമ്മ മിസ്സിംഗ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് വലുതാണ്. എന്തായാലും ഈ പടിയിലൊന്നും അത് വെക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം തോന്നുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെയർ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്താം എന്ന് പറയുകയാണെ. ആരെ കുറിച്ചിട്ടാണ് ഈ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് രേവതി ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നത്. മറ്റാരെ കുറിച്ചിട്ടാണ്? നിന്നെ കുറിച്ച് തന്നെ. നീ ബൊമ്മയെ പോലെ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സോപ്പിടുവാണ് കേട്ടോ. നമ്മുടെ ഗില്ലി പടത്തിനകത്ത് തൃഷ കുറെ ബൊമ്മകൾക്കിടയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ നീയും അവിടെ ഇരുന്നോ എന്ന് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടനും തന്റെ കൂടെ അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ നിന്ന് എന്തോ പലഹാരം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവര് ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മീരയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് നീ കണ്ടല്ലോ എന്ന്. ആന്ന് മീര മറുപടി പറയാണ്. അപ്പോഴേക്കും അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ കൂടെ ബാമയും വരുന്നുണ്ട്. ബാമയുടെ അടുത്ത് നേരത്തെ വരാൻ വേണ്ടിയിട്ട് താൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇനിയും ആരംഭിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ പടിത്തട്ടിൽ വെച്ചിരിക്കുന്ന ബൊമ്മകളെല്ലാം കാണുന്നത്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്നൊക്കെ രവിയുടെ അടുത്ത് ബാമ ചോദിക്കുമ്പോ അതെ, രേവതി മോൾക്കാണ് ഇത് വെക്കണം എന്നുള്ള ആഗ്രഹം. എല്ലാം രേവതിയുടെ കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് കുശുമ്പളകാണ്. ഇവരെപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവളെ പുകഴ്ത്തി നടക്കും. ബാമേ നീ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ബാമയെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രേവതിയെ കുറിച്ചിട്ട് മാത്രം ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ചന്ദ്ര അങ്ങ് പോകുന്ന സമയത്ത് രവിയും പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മുഖം തിരിച്ച് നക്കി അങ്ങ് പോവുകയാണേ. ഇതിന്റെ വീട്ടിൽ നിന്നും അമ്മയും അതുപോലെ തന്നെ ദേവും കൂടി വരുന്നുണ്ട്. അവര് കണ്ട ഉടനെ ബാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതാ രേവതിയുടെ അമ്മയും അനിയത്തി വന്നു, നീ അങ്ങോട്ട് ചെല്ലേ എന്ന്. പിന്നെ വലിയ വിരുന്നുകാരല്ലേ വന്നിരിക്കുന്നത്, വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഓടി പഠിച്ചിങ്ങ് വന്നോളൂ എന്നൊക്കെ പറയാണ്. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതിയുടെ അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പൊ ദേവുവിനും ജോലിയായി, ഉടനെ തന്നെ ശരത്തിന്റെ പഠിപ്പും ഇപ്പൊ അടുത്ത് തീരും. അങ്ങനെ അവനും ഒരു ജോലിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നതുപോലെയാകും. അവര് കൊണ്ടുവന്നിരിക്കുന്ന പഴങ്ങളും അതുപോലെ പലഹാരങ്ങളൊക്കെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അതിനും കുറ്റം പറയുന്നുണ്ട് ചന്ദ്ര. നീയൊന്ന് മിണ്ടാതിരിക്കും ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയാണെന്നുണ്ടെങ്കിൽ അവളെ വായടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവിയാണെങ്കിൽ ചന്ദ്രയെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അതുകൊണ്ടാണ് ചന്ദ്രയെ അങ്ങോട്ട് രവി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലക്ഷ്മിയാണെങ്കിൽ ചന്ദ്രയെ കാണുമ്പോ തന്നെ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കാനുണ്ട് ചന്ദ്ര. കല്യാണം എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടിയും കിടക്കും എടുത്തിട്ട് ഇങ്ങ് പോന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയെ തരം താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ ചന്ദ്ര ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ട രവി ചന്ദ്രയെ നിനക്കൊന്നും മിണ്ടാതിരുന്നോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഞാന് സാധാരണ പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളെടുത്തപ്പോ ആരെങ്കിലും സാധാരണയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞോ എന്നുള്ള കാര്യം സച്ചിൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രേവതിയുടെ അടുത്ത് രവി പറയുന്നത്. പൂജ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ആദ്യം വിളക്ക് കത്തിക്കുന്നൊക്കെ ഉണ്ട്. 3 മരുമക്കളും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയ്ക്ക് അരികിലേക്ക് പോയി നിൽക്കുവാണ്. മീര ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്രയും ആൾക്കൂട്ടം എന്നുള്ള കാര്യം. അതെന്താ, ആൾക്കൂട്ടം നല്ലതല്ലേ? അതല്ലടി, ആ ദാസാണെന്നുണ്ടെങ്കിൽ നിന്നെ വന്നിട്ട് വരട്ടിയിട്ട് പോയിരിക്കുകയാണ്. അതിനല്ലടി ഞാൻ ആന്റണിയെ പോയി കണ്ടത്. അവൻ എന്തായാലും ദാസിന് നല്ല പണി കൊടുത്തോളും. അതിനു മുമ്പായിട്ട് എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ എടുത്തേ പറ്റുള്ളൂ. സച്ചിയുടെ ഫോൺ ഉടനെ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ നിന്നെ ഇതുപോലെ ബൊമ്മകളെ വെച്ചിട്ട് അവൻ പൂജ ചെയ്യും. ആ ദാസ് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് രേവതി. ചന്ദ്ര വന്നിട്ട് ആരത്തിയൊക്കെ ഒഴിഞ്ഞിട്ട് അത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാട്ട് പാടാനാട്ടോ പറയുന്നത്. രവിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര നന്നായിട്ട് പാടുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടോപ്പ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ അമ്മയോട് പാടാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. ചന്ദ്ര പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി കാര്യം പറയുന്നത്. അമ്മ നന്നായിട്ട് പാടുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആർക്കറിയാടാ,
ഭരതനാട്യം എന്തായാലും പഠിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ പാട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാകും, നോക്കാം നമുക്ക് എന്ന് പറയുന്നുണ്ട്. മൈക്കൊക്കെ റെഡിയാക്കിയിട്ട് തൊണ്ടയ്ക്കൊന്ന് എന്നൊക്കെ ആക്കിയതിന് ശേഷം സാ പാ ഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഒച്ചപ്പാടുണ്ടാക്കലാണ്. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ്. സച്ചിയാണെങ്കിൽ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛ ടാറിട്ട റോട്ടില് തകരം വെച്ച് ഉരയ്ക്കുന്നത് പോലൊരു സൗണ്ട് അമ്മയ്ക്കുണ്ടോ എന്ന്. എടാ എന്താ പാടുക എന്നുള്ള കാര്യം നമുക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നാണ് രവി പറയുന്നത്. ഇത് കേട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സരിഗമ പദനീസ പാടുന്നത് കേട്ടിട്ട് പുറത്തുനിന്ന് പട്ടികൾ ഓളിടുകയും കുരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയുടെ പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഉള്ളവർക്ക് തന്നെ സഹിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പട്ടിയുടെ ഓളിടല്. ചന്ദ്ര പാടുന്നതിനനുസരിച്ചിട്ട് നായ്ക്കൾ ഇങ്ങനെ പുറത്ത് കിടന്ന് ഭയങ്കര സൗണ്ടാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട, ആന്റി പാടിക്കോ എന്ന് പറയുമ്പോൾ അലൈപായുധേ പാടാൻ തുടങ്ങുവാണ്. അത് കേട്ടിട്ടും ഭയങ്കര സൗണ്ടാണ് കേട്ടോ പുറത്ത്. ചന്ദ്രയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, എന്തായിരിക്കും ഈ നായ ഇങ്ങനെ ഒച്ചയെടുക്കുന്നതെന്ന്. സച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. സച്ചി ചിരിക്കുന്ന സൗണ്ട് കേൾക്കും. എടാ ചെന്നിട്ട് ആ നായനെ ഓടിക്കടാ എന്ന് പറയണേ. അല്ലെങ്കിലും അമ്മ പാടുന്ന സമയത്ത് കുരയ്ക്കാൻ വേണ്ടിയിട്ട് ധൈര്യമുള്ള ഏത് നായയോടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഓടിക്കാൻ വേണ്ടി പോവുകയാണേ. ചന്ദ്ര ഇങ്ങനെ മുഖം വാടിയിട്ട് ഇരിക്കുവാണല്ലോ പാട്ട് പാടാൻ പറ്റാതെ. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രോത്സാഹനമാണ് കേട്ടോ. നിക്ക് ഇപ്പൊ റെഡിയാവും എല്ലാം, ഇപ്പൊ പാടാന്നുള്ള മട്ടിൽ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതേസമയം വർഷ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തെ ആന്റി പാടുന്നത് നായ്ക്കൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ദയവ് ചെയ്തിട്ട് നീ ഒന്ന് മിണ്ടാതിരിക്കോ, അമ്മ അതൊക്കെ കേൾക്കും. തുടർന്ന് സച്ചി നായ്ക്കളെല്ലാം ഓടിച്ചതിന് ശേഷം വരുന്നുണ്ട്. അച്ഛാ നായയുടെ ശബ്ദമൊക്കെ പോയി, അമ്മയുടെ അടുത്ത് പാടാൻ വേണ്ടി പറ. ചന്ദ്രേ നീ പാട് എന്ന് രവിയും പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര വീണ്ടും പാടാൻ വേണ്ടി തുടങ്ങുവാണ്. എല്ലാവരും ചന്ദ്രയുടെ പാട്ട് കേട്ടിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എഴുന്നേറ്റ് പോകാൻ വേണ്ടി മാത്രം പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം എല്ലാവരും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ദൈവമാണെങ്കിൽ ചിരിക്കുമ്പോൾ ലക്ഷ്മി മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര ഒരു ട്രാക്ക് പാടി അങ്ങ് നിർത്തുമ്പോഴേക്കും രവി അവിടുന്ന് പറയുന്നുണ്ട്, ചന്ദ്രേ വൺസ് മോർ, വാട്ട് എ ബ്യൂട്ടിഫുൾ വോയിസ് എന്ന്. എല്ലാവരും ആ ശബ്ദം കേട്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോഴാണ് രവി ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും രവിയെ തന്നെ നോക്കുവാണ്. പക്ഷെ ചന്ദ്ര വിചാരിക്കുന്നത് എന്റെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രവിയേട്ടൻ ഒന്നും കൂടി പാടാൻ വേണ്ടി പറയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പാടുന്നുണ്ട്. ചന്ദ്ര ഓരോ തവണ പാടുമ്പോഴും വീണ്ടും വീണ്ടും വൺസ് മോർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മടുപ്പാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ലാതെ അവിടെ തന്നെ ഇരിക്കുവാണ്. ഒരു 10-15 പ്രാവശ്യമെങ്കിലും ചന്ദ്രയെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്. എന്നതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛ എന്താ ഇത്, അച്ഛന് തന്നെ ഇത് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ, വീണ്ടും വീണ്ടും അവരെ കൊണ്ട് എന്തിനാ പാടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എടാ കതവ് തുറന്ന് അടയ്ക്കുന്ന സമയത്ത് അതിനുള്ളിൽ എണ്ണ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കരകരാന്നുള്ള ശബ്ദം വരില്ലേ, അതുപോലെ തന്നെയാണ് നിന്റെ അമ്മ ഒരുപാട് നാളായിട്ട് പാടാണ്ടിരിക്കല്ലേ, അങ്ങനെ പാടി ഒന്ന് തെളിഞ്ഞു വരട്ടെ. അങ്ങനെ പാടി ഒരു വിധാകുമ്പോഴേക്കും അപ്പുറത്തുള്ള ചേട്ടൻ വന്നിട്ട് സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ചേട്ടനാണ്. എന്താ ചേട്ടാ എന്നുള്ള കാര്യം ജനലിനോട് കൂടെ ചോദിക്കുമ്പോൾ, നിങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുന്നുണ്ട്. ചിരി കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇതാണ് ആസ്വാദന ശക്തി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പാടാത്തതെന്നൊക്കെ പറഞ്ഞ് രവിക്ക് അരികെ ചെന്ന് ഇരിക്കുമ്പോൾ രവിയാണെങ്കിൽ, ചന്ദ്രേ അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നീ എന്തിനാ ടെൻഷനാവെന്ന് വെച്ചിട്ട് ചന്ദ്രയെ ഭയങ്കര ആശ്വസിപ്പിക്കലാണ്. ഇനിയിപ്പോ ആരാ പാടുക, ചന്ദ്രേ നീ പാടുന്നില്ലേ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വർഷേ നീ പാടുമെന്ന് രവി പറയുന്നുണ്ട്. അയ്യോ അങ്കിൾ, എനിക്ക് ഡബ്ബിംഗ് അല്ലാതെ എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്ന് വർഷ പറയുന്നുണ്ട്. ശ്രുതി നന്നായിട്ട് പാടും, ശ്രുതി നീ പാടുക എന്ന് ചന്ദ്ര. അയ്യോ ആന്റി, എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇല്ല അവൾക്ക് നന്നായിട്ട് റീല് ചുറ്റാനേ അറിയുള്ളൂ എന്ന് മീര പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മീര ഒരു നോട്ടം നോക്കുന്നുണ്ട് ശ്രുതി. അല്ല, അവൾക്ക് നല്ലതായിട്ട് റീൽസ് ഒക്കെ കളിക്കാൻ അറിയും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ആര് പാടും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, രേവതി നീ പോയി പാടുക എന്ന്. ഞാനോ? ഇല്ല അതൊന്നും ശരിയാവില്ല എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും ചേച്ചി നന്നായിട്ട് അമ്പലത്തിലൊക്കെ പാട്ട് പാടുമല്ലോ. അതെ, അവള് ഭക്തിഗാനങ്ങളൊക്കെ നന്നായിട്ട് പാടും, എന്നാ രേവതി നീ പാടുക എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സച്ചിയും അതേ സ്വരത്തിൽ തന്നെ പറയാണ്. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്ന സമയത്ത് രേവതി അവിടെ ചെന്നിരുന്നിട്ട് പാടാൻ വേണ്ടി തുടങ്ങുവാണ്. രേവതി പാടാൻ വേണ്ടി പോവാന്ന് കാണുമ്പോഴേക്കും സച്ചിൻ ചെന്നിട്ട് അവളുടെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് രേവതിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ ചന്ദ്രയ്ക്ക്, അല്ലെങ്കിൽ ആശ്വാസം കിട്ടില്ലല്ലോ. ഭരതനാട്യം തന്നെ പഠിച്ച എനിക്ക് തന്നെ ശ്രുതിയൊന്നും ശരിയായിട്ട് വരുന്നില്ല, അപ്പോഴാണ് ഇവള് പാടാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് പുച്ഛിക്കുവാണേ. അങ്ങനെ രേവതി അങ്ങ് പാടാൻ വേണ്ടി തുടങ്ങുവാണ്. പാടുന്നത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ്. അത്രയ്ക്ക് നന്നായിട്ട് പാടുന്നുണ്ട്. പാടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചന്ദ്രയും ക്ലാപ്പ് ചെയ്തു പോവുകയാണ് കേട്ടോ. അത്രയ്ക്കും രസമുണ്ട്. പക്ഷെ മറ്റുള്ളവർ നോക്കുന്നത് കാണുമ്പോഴേക്കും നൈസായിട്ട് അങ്ങ് നിർത്തുന്നുണ്ട്.
അതിനിടയ്ക്ക് ഒരു ചേച്ചി അവിടുന്ന് പറയുന്നുണ്ട്, എന്തായാലും രവിയേട്ടാ നിങ്ങളുടെ മരുമകള് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഭാഗ്യം ഇവരെ പാടി മുഴുവിപ്പിക്കാണ്ടിരുന്ന എന്നുള്ള കാര്യം കൂടി പറയാണ്. അത് കേട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയും മതി മതി ഇനി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. രേവതി പാടുന്നിടത്തായിരുന്നല്ലോ സച്ചി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഫോൺ ഒന്ന് താഴെ വെക്കുന്നുണ്ട്. ആ ഫോണിന്റെ വട്ടിട്ടാണല്ലോ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. രേവതിയുടെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും പറയുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് മീരയുടെ അടുത്ത് ഫോൺ എടുക്കാൻ വേണ്ടി പറയാണ്. മീര ചെന്നിട്ട് സച്ചിയുടെ ഫോൺ അങ്ങ് എടുക്കുവാണ്. മീര ഫോൺ എടുത്ത് പോകുന്ന സമയത്ത് സച്ചി ഇത് കാണുന്നുണ്ടേ. ഇങ്ങോട്ട് തന്നേക്ക്, ഇതിന്റെ ഫോണാണ്, ഞാൻ കയ്യിൽ വെച്ചോളെന്ന് പറയാണേ. വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് മീര പറയുമ്പോ, വേണ്ടെന്നേ എനിക്ക് പോക്കറ്റ് ഉണ്ട്, ഞാൻ പോക്കറ്റ് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് മീരയുടെ കയ്യിൽ നിന്നും സച്ചി ആ ഫോൺ അങ്ങ് വാങ്ങുവാണ്. അവസാനം എങ്ങനെയായല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പൂജ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം രേവതിക്ക് നല്ല കാലുവേദന ഉണ്ട്. അതുകൊണ്ട് സച്ചി ഇങ്ങനെ തിരുമ്മി കൊടുക്കുവാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നീ ഇങ്ങനെ ക്ഷീണിച്ചല്ലോ, ഇനിയും 8 ദിവസവും ഇല്ല, വേണമെങ്കിൽ 2-3 ദിവസം കുറച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അതെങ്ങനെ ശരിയാവുന്നത്? ഇത് ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാണ്. ഇനി പോകെ പോകെ അതെല്ലാം ശരിയായിക്കോളും. അല്ലെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്? മതി സച്ചിയേട്ടാ കാല് അമർത്തിയത് എന്ന് പറഞ്ഞ് കാല് വലിക്കുമ്പോഴേക്കും, മിണ്ടാതിരിക്കാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്? ഞാന് കൂടുതൽ നേരമൊക്കെ വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞാൽ നീയല്ലേ എന്റെ കാലിങ്ങനെ തിരുമ്മി തരാറ്. അപ്പോ എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? നിങ്ങളുടെ അമ്മയെങ്ങാനും ഇത് കണ്ടു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് മതിയാകും. ഭർത്താവിനെ കൊണ്ട് കാല് തിരുമിക്കുന്നു എന്നൊക്കെ പറയും. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. എന്റെ ഭാര്യയുടെ കാല് ഞാൻ തന്നെ തിരുമ്മി കൊടുക്കുന്നതാണ് സച്ചി പറയുന്നത്. എത്ര നല്ല നല്ല ഗുണങ്ങളാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണും. മറ്റുള്ളവർക്കൊരു സഹായം എന്ന് വിചാരിക്കുമ്പോൾ ആള് മുന്നിലുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ കുടിക്കുന്ന ശീലം, അതാണ് ഒരേ ഒരു പ്രശ്നം. രേവതി നീ എന്തിനാ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത്? ഞാന് ദിവസം മുഴുവൻ വണ്ടി ഓടിച്ചിട്ട് വരുമ്പോഴല്ലേ അങ്ങനെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. രേവതി നീയാണ് ഇപ്പൊ എന്നെ ഈ കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്. ഞാനിപ്പോ കുടിച്ചിട്ട് എത്ര നാളായി, എനിക്കിപ്പോ കൈയും കാലൊക്കെ നല്ല പെയിൻ ഉണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് കുടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും, അതെ നിങ്ങൾ എങ്ങോട്ട് പോവണ്ട, എങ്ങോട്ടെങ്കിലും പോയാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. കുടിക്കുന്ന ഒരു ശീലം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കി എല്ലാം നല്ല ഗുണങ്ങളും വെച്ചിട്ട് നിങ്ങൾ വലിയൊരു മഹാനാവും എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ മഹാനൊന്നും ആവണ്ട, ഒരു മനുഷ്യനായ മാത്രം മതി. രേവതി ഇന്ന് നീ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതെന്താ, ഞാൻ നന്നായിട്ട് പാടുന്നുള്ള കാര്യം സച്ചേട്ടന് അറിയില്ലായിരുന്നോ? നാട്ടിന്ന് ഞാൻ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്ന് പാടിയ ആ ഭക്തിഗാനം ഉണ്ടല്ലോ, അത് സൂപ്പർ ആയിരുന്നു. നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. എവിടെങ്കിലും പാട്ട് ക്ലാസ്സിലേറ്റം പോയി പഠിച്ചിട്ടുണ്ടായിരുന്നേ? അതൊന്നുമില്ല, അമ്പലത്തിലെ എല്ലാവരും കൂടി ചേർന്ന് പാടുമല്ലോ, ആ സമയത്ത് ഞാനും ചെന്ന് പാടും, അങ്ങനെ പഠിച്ചതാണ്. കേൾവി പഠനമാണല്ലേ? അങ്ങനെയാണെങ്കിലേ കൊലു വെക്കുന്ന എല്ലാ ദിവസവും നീ തന്നെ പാടിയാ മതി. നിനക്കറിയോ, അമ്മയുടെ പാട്ടിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ചത് നീയാണ്. സച്ചേട്ടാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ലല്ലോ. ഇപ്പോ അമ്മയെ പോലെ എനിക്ക് ഭരതനാട്യം കളിക്കാൻ വേണ്ടി പറ്റുമോ? എങ്കിലും രേവതി നീ തന്നെ പാടിയാ മതി. അങ്ങനെ എല്ലാ ദിവസവും പാട്ടൊന്നുമല്ല, ഓരോരോ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശ്രുതിയും എന്തോ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു എന്ന് കേട്ട ഉടനെ തന്നെ അവളെന്താ അവിടെയുള്ള ബൊമ്മകൾക്കൊക്കെ മേക്കപ്പ് ഇടാൻ വേണ്ടി പോവാണെന്നാണ് സച്ചി ചോദിക്കുന്നത്. അതൊന്നുമല്ല, അമ്മയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ്, സച്ചിയേട്ടൻ കിടക്കാൻ നോക്കുമെന്ന് പറയണേ. രേവതി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നീ പാട്ട് പാടുന്നു, പൂ കെട്ടുന്നു, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. നീയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സകലകലാ വല്ലഭിയാണ്. സച്ചേട്ടനെ കുറച്ചങ്ങ് നീങ്ങിക്കിടന്നേ, ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അങ്ങനെ മുട്ടിക്കിടക്കണ്ട. ഇത്രയും കിടന്നാൽ മതിയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അങ്ങ് അപ്പുറത്ത് പോയി കിടക്കുവാണ് സച്ചി. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതിയും കിടന്നുറങ്ങുവാണ്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ചേർന്നിട്ടാണ് അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വർഷ സഹായിക്കുകയല്ല, തിന്നാൻ വേണ്ടി പോകുവാണ്. പക്ഷേ ശ്രീകാന്ത് ഇത് പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊക്കെയുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ പടിയിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി ലേറ്റ് ആയത്, ചെന്ന് വിളക്ക് കത്തിക്കെന്ന് പറയാണേ. അതെന്താ ചന്ദ്രേ നീ രേവതിയുടെ അടുത്ത് വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയാത്തതെന്ന് രവി ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ മൂത്ത മരുമകള് ശ്രുതിയല്ലേ, അപ്പൊ അവളല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതെന്തായാലും വെച്ചാൽ നല്ല കഥയാണ്. രേവതിയാണ് പെർമിഷൻ എടുത്തിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നിട്ടും പരിഗണന മൊത്തം ശ്രുതിക്ക്. സച്ചേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ, വിളക്ക് ആര് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എരിയും, വിളക്കിന് അങ്ങനെ വകഭേദമൊന്നും അറിയില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്താണെങ്കിൽ ഒരു തട്ടെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രുതി പറയാണ്. പോയി എടുത്തോണ്ട് വരുമ്പോഴേക്കും അതിനകത്ത് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ചന്ദ്രയ്ക്ക് ഒരു സാരിയും കൂടി ആ തട്ടിനകത്ത് വെച്ചതിന് ശേഷം ചന്ദ്രയ്ക്ക് കൊടുക്കുവാണ്. ഇതാർക്കാന്ന് ചോദിക്കുമ്പോൾ ആന്റിക്കാണ്. അങ്ങനെ ആന്റി തുറന്നു നോക്കുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയാണ്. ഇതിന് ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ.
ശ്രുതി അമ്മയെ പ്രത്യേകമായിട്ട് അമ്മയ്ക്ക് നോക്കി കണ്ട് മേടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് മേലിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്ര. ഇഷ്ടപ്പെട്ടതിന് ശേഷം ചന്ദ്ര പറയുന്നത് ഇതുപോലത്തെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളൊക്കെ താനെ കല്യാണത്തിന് മുമ്പാണ് അണിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പൊ നിങ്ങൾ മേടിച്ചു തരുമ്പോഴാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുകയാണേ. കേട്ടില്ലേ അച്ഛ അമ്മ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോ എന്തായാലും സുധിയുടെയും അതുപോലെ തന്നെ ഇവളുടെ അച്ഛന്റെ അത്രയൊന്നും കഴിവ് ഇല്ലായിരുന്നു എന്ന് തുറന്നു പറയുന്നുണ്ട്. അതിനെന്താ അച്ഛാ കുഴപ്പം? അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഇതുവരെ എത്തിച്ചു. അതിനേക്കാളും വലിയ കാര്യം എന്താ ഉള്ളത്? പിന്നെ ഇവൻ 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയത് അമ്മ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടെന്നാ തോന്നുന്നത്. സച്ചി നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതെന്ന് രവി ചോദിച്ചിട്ട് സച്ചിയുടെ വായ അടപ്പിക്കുകയാണേ. എങ്കിലും സച്ചി ശ്രുതിയുടെ അടുത്തും അതുപോലെ ശ്രുതിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇവിടെ ഈ വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനും ഇല്ലേ? എന്താ അച്ഛന് വേണ്ടിട്ട് നിങ്ങളൊന്നും മേടിച്ചില്ലെന്ന് ചോദിക്കുവാണേ. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ എല്ലാം അറിഞ്ഞതുപോലെ സംസാരിക്കരുത്. കൊലു എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആന്റിക്ക് മാത്രം വാങ്ങിയത്. ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതെ ആണുങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസം വരുന്ന സമയത്ത് ഞങ്ങൾ അച്ഛനും കൂടി ചേർത്ത് വാങ്ങും. രണ്ടുപേരും ഏകദേശം ഒപ്പിച്ച് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് സച്ചി ഇത് കേട്ടിട്ട് പറയുന്നത്. അച്ഛാ ഇതെന്തൊരു അന്യായമാണ്, മനുഷ്യർക്കിടയിലെ വ്യത്യാസമുള്ളൂ എന്നുള്ള കാര്യം വിചാരിച്ചതാണ്. എന്നാൽ ഇപ്പോ ദൈവങ്ങൾക്കിടയിലും ഇത്രയും വലിയൊരു വ്യത്യാസമുണ്ടോ? ദൈവങ്ങൾക്കിടയിലും ആണുങ്ങള് പെണ്ണുങ്ങള് അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടോ? എടാ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിലും കൊലു എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ ആഘോഷമല്ലേ എന്ന് പറയുകയാണെ. അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ കവിളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. പക്ഷേ ശ്രുതിയെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ പറഞ്ഞതുപോലെ പെൺദൈവങ്ങൾക്ക് മാത്രമായിട്ടുള്ള പരിപാടി എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് മാത്രം ഡ്രസ്സ് വാങ്ങണം അങ്ങനെയൊന്നുമില്ല. ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേർക്കും കൂടി ചേർത്തിട്ടാണ് ഡ്രസ്സ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യം പറയും. അത് കേട്ട് ശ്രുതി ആകെ ഇല്ലാതാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ, എന്തായാലും ശ്രുതി ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടെന്നൊക്കെ പറയാണ്. ആന്റി ഈ സാരി ആന്റി ഇപ്പൊ തന്നെ പോയിട്ട് ഉടുത്തിട്ട് വാ, ആന്റിക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടി കൊടുക്കുവാണ്. ഇതും കൂടി കാണുമ്പോഴേക്കും ചന്ദ്രങ്ങ വലിഞ്ഞങ്ങ് വീഴുവാണ്. നീ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്, കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് വേണം. അല്ലെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വലിയ വീട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രമേ തോന്നുള്ളൂ. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ്. ചന്ദ്രങ്ങ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛന്റെ അടുത്ത്, എപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും വലിയടത്തുനിന്ന് വന്നു എന്ന് പറയുന്നില്ലേ? അങ്ങനെ എന്താണ് അച്ഛൻ അത് ശരിക്കും അർത്ഥം ഉദ്ദേശിക്കുന്നത്? എടാ നല്ല മനസ്സുള്ളവർക്കാണ് വലിയ ഇടം എന്നുള്ളത്, അതൊന്നും നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് സച്ചിയും. അങ്ങനെ സച്ചിയും അതുപോലെ രവിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാരുണ്ടല്ലോ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അവര് വന്ന ഉടനെ തന്നെ എല്ലാവരും കൂടി ക്ഷണിച്ച് ഇരുത്തുന്നൊക്കെയുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രവിയും അതുപോലെ സച്ചിയും രേവതിയും മാത്രമാണ്. ചേച്ചിമാര് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോലി ഉണ്ടായിരുന്ന രേവതി അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ബൊമ്മകളൊക്കെ ഉണ്ടല്ലോ അത് ചെന്ന് നോക്കുവാണേ. രേവതി ഇത് നന്നായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, നമ്മള് ഇതുവരെ ഇങ്ങനത്തെ ബൊമ്മയൊന്നും എവിടെയും വെച്ചിട്ടില്ലല്ലോ. ഇല്ല ചേച്ചി, എനിക്കും ചെറുപ്പം മുതൽ വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ സാധിച്ചില്ല. ഇപ്പോ ആദ്യമായിട്ട് ഇത്തവണയാണ് വെച്ചത്. ചേച്ചിമാര് രേവതിയുടെ അടുത്തൊരു തട്ടെടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലായിടത്തും അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറയുക. അതേസമയം ചന്ദ്ര സാരിയൊക്കെ മാറ്റി ഭയങ്കര സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നന്നായിട്ടുണ്ട് ആന്റി, അമ്മ കുറച്ചും കൂടി വെളുത്തിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി നീ ഒന്ന് ചുമ്മാതിരിക്കും, ആന്റി നല്ല രസമുണ്ട് എന്നുള്ള കാര്യം ശ്രുതി പറയാണ്. അങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോഴാണ് രേവതിയുടെ കൂടെയുള്ള ചേച്ചിമാരെ ശ്രദ്ധിക്കുന്നത്. അല്ല ഇവരൊക്കെ ആരാന്ന് ചോദിക്കുകയാണെ. അത് രേവതിയുടെ ഫ്രണ്ട്സ് ആണെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇവരെന്താ വലിയ കാര്യം എന്തോ ചെയ്യാൻ വേണ്ടി വന്നതുപോലെയാണല്ലോ. അതിൽ 2-3 പേര് അതിനകത്തുള്ള ബൊമ്മയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെയുണ്ട്. അത് കണ്ട് ചന്ദ്രൻ ഓടി ചെല്ലുവാണ്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ചുമ്മാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ കൈ എങ്ങാനും തട്ടിയിട്ട് ഇതിലേതെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അല്ലെങ്കിലും മുമ്പ് ഇതൊന്നും കണ്ടിട്ട് ശീലം ഉണ്ടാവില്ലല്ലോ, ഞങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ രേവതി വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രേ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാണേ. എന്താ രവിയേട്ടാന്ന് ചോദിക്കുമ്പോൾ നീ എന്താടി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവള് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെടുത്തും എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ചന്ദ്രേ നിനക്ക് നല്ലൊരു ദിവസമായിട്ട് വാവിച്ചിട്ട് ചുമ്മാതിരിക്കാൻ വേണ്ടി അറിയില്ലേ? അവരൊക്കെ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോ ഞാൻ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നില്ല എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഇത് കേട്ട ഉടനെ സച്ചി ഇങ്ങനെ കൈ മുഖത്ത് വെച്ചിട്ട് ചിരിക്കുവാണ്. അവരുടെ മനസ്സ് നോവുന്നത് പോലെ സംസാരിക്കണ്ട എന്നാണ് ചന്ദ്രയെ ഞാൻ പറഞ്ഞത്. പോയിട്ട് നിന്റെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പറഞ്ഞേക്കുവാണ്. ദേഷ്യം പിടിച്ച് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഇത് നോക്ക് ശ്രുതി, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ കുറ്റം പറയുന്നത് കേട്ടോ എന്ന് സങ്കടം പോയിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുമ്പോ വിട്ടേക്ക് ആന്റി എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്.
തുടർന്ന് നമ്മുടെ ചന്ദ്രമതി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് സൈഡിൽ നിന്നുകൊണ്ട് മണിയടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. അതിനുശേഷം ആന്റി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതൊരു ബോർഡാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആന്റി തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ബോർഡോ ഓൾറെഡി ഇവൻ പഠിച്ചതിന്റെ കാര്യങ്ങളെല്ലാം തൂക്കിയിട്ട് ബോർഡാണ് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതിനേക്കാളും വലിയ ബോർഡ് വെക്കാൻ വേണ്ടി പോകണമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇത് ആ ബോർഡല്ല, അമ്മ വരൂ ഇത് അമ്മ ഓപ്പൺ ആക്കൂ എന്ന് പറഞ്ഞിട്ട് ചെറിയ റിബൺ പോലെ കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കുവാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ശ്രുതി പുതിയതായിട്ട് ഒരു മേക്കപ്പ് കോഴ്സ് ഓൺലൈൻ കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അതിന് ചന്ദ്രമതിയുടെ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതെന്താ സി മേക്കപ്പ് കോഴ്സ്? അമ്മയുടെ പേരാണെടാ. അമ്മയുടെ പേര് മുഴുവനായിട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ടാണോ ചുരുക്കി വെച്ചിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രയും ഭയങ്കര ദേഷ്യത്തോട് കൊണ്ട് നോക്കുമ്പോൾ ഇല്ല ആന്റി അങ്ങനെയൊന്നുമില്ല, അവൻ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ്. നല്ലൊരു ദിവസമായിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിക്കണം എന്ന് വിചാരിച്ചു. അത് ആന്റിയുടെ കൈകൊണ്ട് തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇപ്പൊ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം വെച്ചിട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് എല്ലാവരും ബിസിനസ്സുകളൊക്കെ ഓപ്പൺ ആക്കുന്നത്. അത് ഏത് നാട്ടിലാന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എല്ലാ നാട്ടിലും പൊതുവെ എല്ലാവരും സംരംഭങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പേര് വെക്കുക. എന്നാൽ ഇവരാണെന്നുണ്ടെങ്കിൽ പേര് വെച്ചതിന് ശേഷമാണ് എല്ലാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണല്ലോ എന്ന് സച്ചിയെ പ്രാഗിക്കൊണ്ട് ശ്രുതി പറയുന്നുണ്ട്. അതിനെന്താടാ കുഴപ്പം, അവര് മല പോലെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോ അധികം വൈകാതെ തന്നെ അവർ ഉയരങ്ങളിലേക്ക് എത്തും. ശ്രുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷനിലെ ഒരു റോഡിന്റെ പേര് പറയുന്നുണ്ട്, അവിടെ പോയി നിൽക്കാൻ വേണ്ടി പറയുകയാണേ. അതെന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? അവിടെയാണ് ഏറ്റവും കൂടുതൽ വലിയ ബിൽഡിംഗ് ഉള്ളത്. അതിന്റെ മുകളിൽ പോയിട്ട് ഈ ബോർഡും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോളാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്, വർഷയും അതുപോലെ അവിടെയുള്ള ചേച്ചിമാരെല്ലാവരും. അത് കഴിഞ്ഞ് രേവതിയാണെങ്കിൽ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ 9 ദിവസം ഇതുപോലെ പൂജ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് പോയിട്ട് ഫുഡ് അടിക്കാലോ എന്നുള്ള കാര്യം ചന്ദ്രൻ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല എവിടെയും പോവാറ്. അത് അറിയാലോ, അല്ലെങ്കിലും നിങ്ങളെയൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുമോ എന്ന് കളിയാക്കി ചോദിക്കാനുണ്ട് ചന്ദ്ര. അമ്മ അവരെ കളിയാക്കി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വലിയ വലിയ വീട്ടിലുള്ള ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുമുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെയൊന്നും പോവാറില്ല. എന്നാൽ സച്ചിയും രേവതിയും എന്ന് പറയുന്നതുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രെ മതിയോ, നിന്റെ സംശയം തീർന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ കഴിക്കാൻ വേണ്ടി നോക്ക്. രവി പറയുന്നത് കേൾക്കുമ്പോൾ വർഷ അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, നല്ല കറക്റ്റ് മറുപടി തന്നെയാണ് അങ്കിള് കൊടുത്തതെന്ന്. അത് കഴിഞ്ഞ് എല്ലാവരും പോവാണെന്ന് പറയുമ്പോൾ സച്ചി കാറിൽ കൊണ്ടുപോയിട്ട് വിടാന്ന് പറയുന്നുണ്ട്. വേണ്ട ഞങ്ങൾ തനിയെ പോയിക്കോളാന്ന് പറയണേ. വേണ്ട ചേച്ചി, ഞാൻ കാറിൽ 2 ട്രിപ്പ് അടിക്കാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സച്ചി അവരെ കൂട്ടി പോവാണ്. അവരെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ വലിയ റോയൽ ഫാമിലി അല്ലേ, കാറിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അമ്മ വായ ചുമ്മാതിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തോന്നുന്നു. കൊഴുക്കട്ട നന്നായിട്ട് കഴിക്കുന്ന പറഞ്ഞിട്ട് പ്ലേറ്റിൽ കുറെ എണ്ണം വെച്ചു കൊടുക്കുവാണ്. എന്താടി നീ എന്റെ അടുത്ത് പറയാതെ പറയാണോ? ഇത് നോക്കി രവിയേട്ട അവളുടെ കൊഴുപ്പ് കണ്ടെന്ന് ചോദിക്കുകയാണേ. രേവതി, നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ ഇവളുടെ വായ കൊഴുക്കട്ട വെച്ചിട്ടൊന്നും അടയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്ന്? ഇവളുടെ വായ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ സിമെന്റ് ഇട്ട് കണ്ട് അടയ്ക്കണം. അങ്ങനെ അടച്ചാൽ മാത്രമേ ഇവളുടെ വായ അടയുള്ളൂ. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ബാക്കി എല്ലാവരും ചിരിക്കുന്നു.